Hi guys, welcome back to my channel. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് അല്ലേ? ക്രിസ്മസിന് പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷമാണ്? നമുക്കൊരു പ്ലം കേക്കിന്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? കേക്കിനായിട്ട് നമുക്ക് മെയിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സാണ് വേണ്ടത്. ട്യൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, കറുത്ത മുന്തിരി, പിന്നെ ചെറി, പിന്നെ ഒരെണ്ണം കൂടി വേണം, കാഷ്യൂനട്ട്. നമുക്കിതെല്ലാം ആണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ നമുക്കൊരു പാൻ എടുക്കുക, അതിലോട്ട് നമുക്കൊരു സിറപ്പ് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതായത് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര, ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം പഞ്ചസാരയായിട്ട് മെൽറ്റ് ചെയ്ത് ഒരു സിറപ്പ്, അതായത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു കളർ ഗോൾഡൻ കളറാണ് വരെ മെൽറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. മെൽറ്റ് ചെയ്തതിന് ശേഷം തീ കുറച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഓർക്കണം, കാഷ്നട്ട് ഇപ്പം ആഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ഐറ്റംസാണ് എല്ലാം നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴേക്കും ഇത് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾ ഈ പ്രാവശ്യം വീട്ടിൽ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ഒരു മെയിൻ സെക്ഷനിലോട്ട് പോകണേന് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് അരക്കപ്പിൻ്റെയാണ്, അത് 2 കപ്പ് വേണം മൈദ എടുക്കാനായിട്ട്. ഇതിലോട്ട് നമുക്ക് പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട നമ്മൾ പൊടിച്ചതാണിത് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്, ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട, അത് ഫുള്ളായിട്ട് തന്നെ ഇടാം. പിന്നെ ഇതിലോട്ട് വാനില എസൻസ് ആണ് എടുക്കേണ്ടത്, ഒരു ചെറിയ ടേബിൾ സ്പൂൺ വേണം ഇടാനായിട്ട്. നമുക്ക് ഈ മിക്സിയിലും ജാറിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. വീടുകളിൽ എല്ലാവർക്കും ഓവനോ മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഇടുന്നത്. ഈ 2 ഐറ്റവും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് നല്ലോണം പതപ്പിക്കണം. കാരണം ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാകരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസും കൂടി ഇതിൽ ഇടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും ഒരു 1/4 കപ്പോളം ഓയിലാണ് ഇട്ടേക്കണത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ ഇങ്ങനെ എന്ത് ഓയിൽ വേണമെങ്കിലും ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പതിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബാറ്ററിലോട്ട് ഈ മിക്സ് ഇടണം. നന്നായിട്ട് ഇളക്കി അത് എല്ലായിടത്തും യോജിപ്പിക്കണം. കുറച്ച് മൈദപ്പൊടിയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി ഇട്ട് കൂടിപ്പോയതുകൊണ്ട് എനിക്ക് ഇത്തിരി തിക്നെസ് വന്നിട്ടുണ്ട്. പിന്നെ ബാലൻസ് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂനട്ടും ഒരു ഇച്ചിരി മൈദപ്പൊടിയിലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇടാൻ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി നമുക്കൊരു പാത്രത്തിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂകിയിട്ടാൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഇടാം. എൻ്റെ ബാറ്റർ കുറച്ച് തിക്നെസ് ആയിപ്പോയി, അതിലോട്ട് ഇത്തിരി പാലിട്ടാലും മതിയായിരുന്നു, ഞാനത് ഇട്ടില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പം ഡെക്കറേഷൻ ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ബേക്ക് ചെയ്യണത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രം ഒരു 5 മിനിറ്റ് ഓവർ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് വെക്കാനായിട്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 30 മിനിറ്റോളം വേണം ഇതിൻ്റെ ടൈം. ഗൈസ്, അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീഡിയോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.